ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ചെയ്തു വെച്ച പാപകർമ്മങ്ങൾ നാം തന്നെ അനുഭവിക്കണം. അതാണ് കർമ്മനിയമം. ചെയ്തു വെച്ച പാപകർമ്മങ്ങൾ നാം തന്നെ അനുഭവിച്ചേ മതിയാവും. അതിനാൽ കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊരാൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു കോഴിയെ കൊന്ന് ആ കോഴിയെ മാംസം വെച്ച് വേവിച്ച് തിന്നുന്നത്. തിന്നാൽ തീരുമല്ലോ. അതിനെ വേവിച്ച് തിന്നുന്നതല്ല തീരല്, പാപം അനുഭവിച്ച് തന്നെ തിന്നണം. പാപഫലം, ആ കർമ്മഫലം അനുഭവിക്കുന്നതിനെയാണ് തിന്ന് തീരുക എന്ന് പറയുന്നത്. അതുപോലെ നാം ചെയ്ത ഏത് കർമ്മത്തിൻ്റെയും ഫലം നല്ലതായാലും ചീത്തയായാലും അത് അനുഭവിക്കുക തന്നെ വേണം. ഇതറിഞ്ഞുകൊണ്ട് ഒരിക്കലും പ്രാണികൾക്ക് ദുഃഖം വരുന്ന കർമ്മം ചെയ്യാതിരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമുക്ക് കയ്യും കണ്ണും കാലും എല്ലാം തന്നിരിക്കുന്നു. അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ മറ്റു ജീവികൾക്ക് കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാലുകൊണ്ട് ഓടാൻ മാത്രമേ പറ്റൂ, സംസാരിക്കാനുള്ള കഴിവില്ല, അവർക്ക് ആംഗ്യം മാത്രമേ പറ്റൂ, വിവേചന ബുദ്ധി അവർക്ക് കൊടുത്തിട്ടില്ല. ഇതെല്ലാം കൊടുത്തത് മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ ആ ബുദ്ധി ഉപയോഗിച്ച് ഉപകാരമാണ് ചെയ്യേണ്ടത്. പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്ന് പറയുന്നു. അതിനാൽ നാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. എന്നാൽ ചെയ്തുപോയ പാപകർമ്മം തീരാൻ ചില മുട്ടുമസാലകളൊക്കെ പറയുന്നു. അതിലെളുപ്പമായിട്ടുള്ള ഒന്നാണ് സേതുസ്നാനം. കാശിയിൽ പോയി അവിടെ നിന്നും ഗംഗാതീർത്ഥം കൊണ്ടുവന്ന് രാമേശ്വരത്ത് വന്ന് രാമേശ്വരത്തെ ശിവലിംഗത്തിൽ കാശിയിലെ ജലം ഒഴുക്കിയാൽ അഭിഷേകം ചെയ്താൽ പാപം തീരും എന്ന് ധരിച്ച് കാശിയിൽ പോയി അവിടെ നിന്നും ഗംഗാതീർത്ഥം കൊണ്ടുവന്ന് സേതുവിൽ വന്നിട്ട് ശിവനിൽ അഭിഷേകം ചെയ്യുന്നു. ഞാൻ എല്ലാ പാപവും തീർന്നു എന്ന് സങ്കല്പിക്കുന്നു. പിന്നെ സേതുവിൽ പോയിട്ട്, സേതു എന്ന് പറഞ്ഞാൽ രാമേശ്വരം വന്ന് അവിടെ ധനുഷ്കോടിയിലും അതുപോലെ രാമേശ്വരത്തും 36 തീർത്ഥങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിലെല്ലാം വെള്ളം കോരി ശിരസിലൊഴിച്ചാൽ എല്ലാ പാപങ്ങളും തീരും എന്ന് ധരിച്ച് ആ തീർത്ഥങ്ങളിൽ എല്ലാവരും സ്നാനം ചെയ്യാറുണ്ട്. അതിനാണ് സേതു സ്നാനം എന്ന് പറയുന്നത്. പാതകം തീരെ നശിപ്പാനും ചേതസ്സു തൻപാട്ടിലാക്കുവാനും, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനും പാപം തീരെ ഇല്ലാതെയാക്കുവാനും സേതു സ്നാനാദികൾ പോരതു കൊണ്ടു നീ ജ്യോതിസ് ചിന്തിക്കുകെന്നുമെന്നും. സേതുവിൽ പോയി കുളിച്ച് അവിടെ അഭിഷേകം ചെയ്താലൊന്നും താൻ ചെയ്ത ഈ പാതകം നശിക്കുകയില്ല. മാത്രമല്ല നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനും സാധിക്കില്ല. അതിനെ പാതകം തീരെ നശിപ്പാനും സേതു സ്നാനാദികൾ, പാതകം തീരെ നശിപ്പാനും ചേതസ്സു തൻപാട്ടിലാക്കുവാനും, തൻ്റെ മനസ്സിനെ തൻ്റെ പാട്ടിലാക്കുവാനും സേതു സ്നാനാദികൾ പോരതു കൊണ്ടു നീ ജ്യോതിസ് ചിന്തിക്കുകെന്നുമെന്നും. നമ്മുടെ അന്തര്യാമിയായി വർത്തിക്കുന്ന ആ പരം ജ്യോതിയെ നിരന്തരം വിചാരം ചെയ്യൂ, അതിനെ ചിന്തിക്കൂ, അതുമായി താതാത്മ്യം പ്രാപിക്കൂ. ആ അറിവ് ഉണ്ടാകുമ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത്. ബോധം ഉദയം ചെയ്താൽ പിന്നെ നമുക്ക് ഒരു പാപവും നമ്മെ ബാധിക്കുകയില്ല.
ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് സർവകർമ്മ സംസ്കാരങ്ങളെയും ദഹിപ്പിച്ചു കളയുന്നു. അതിനാൽ നിരന്തരം ആത്മവിചാരത്തോടു കൂടി ഓരോ സെക്കൻഡും വിനിയോഗിക്കൂ. നമ്മുടെ എല്ലാ പാപങ്ങളും അതോടുകൂടി ഭസ്മമായി തീരുന്നതാണ്. അതിന് മനസ്സിനെ സ്വാധീനിക്കാനാണ് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്നു, സത്സംഗത്തിൽ പങ്കെടുക്കുന്നു, ധ്യാനിക്കുന്നു, ജപിക്കുന്നു. അതുപോലെ ജ്യോതിസിനെ നിരന്തരം ഓർമ്മിക്കുകയും സ്മരിക്കുകയും ചെയ്യുക. അപ്പോൾ മാത്രമേ പാതകം നശിക്കുകയുള്ളൂ, നമുക്ക് മനസ്സ് സ്വാധീനം ആവുകയുള്ളൂ. പാതകം തീരെ നശിക്കാനും ചേതസ്സു തൻപാട്ടിലാക്കുവാനും സേതുസ്നാനാദികൾ പോരതു കൊണ്ടു നീ ജ്യോതിസ് ചിന്തിക്കുമെന്നും.